അബോർട്ട് ചെയ്യേണ്ടി വന്നു. ഓ മൈ ഗോഡ്, സാരമില്ലടോ. എനിക്ക് ഗംഗേച്ചി കാണാൻ വയ്യ ശാലു. ഞാൻ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കേണ്ടത്? ജീവചവം പോലെ ഇപ്പോഴത്തെ കിടപ്പ് കാണുമ്പോ നിർത്തടാ. നീ എന്താ എന്റെ മുമ്പിൽ നാടൻ കളിക്കാണോ? ഇവിടുത്തെ കളികൾ മതിയാക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. ജോത്സിനെ കണ്ട് നല്ല നാളും സമയവും കുറിച്ചു വെച്ചിട്ട് സിസേറിയൻ നടത്താൻ വരെ ആളുണ്ട്. കാലം പോയ പോക്കേ. അതൊക്കെ പോട്ടെ, എന്നാ ഡെലിവറി? ഇല്ല, അബോർട്ട് ചെയ്യേണ്ടി വന്നു. ഓ മൈ ഗോഡ്, സാരമില്ലടോ. ദൈവവിധിയാണെന്ന് വിചാരിച്ചാൽ മതി. തന്റെ ഭാര്യ പ്രസവിച്ചോ? പിന്നെ പ്രസവിച്ചു. പഴവങ്ങാടി ഗണപതിക്ക് ദിവസവും തേങ്ങ ഉടച്ചത് വെറുതെ ആയിടോ. പെൺകുഞ്ഞ. അതിനെന്താ, ഒരു കുഴപ്പമില്ലാതെ കിട്ടിയില്ലേ? അതുപോലെ. കുഴപ്പമൊന്നും ഇല്ലടോ. വളർന്ന് വലുതാകുമ്പോഴാ ചിന്തിക്കാൻ കൂടി വയ്യ. 3 പെണ്ണല്ലേടോ. താ ഒരു കാര്യം അറിഞ്ഞോ? എന്താ? ആ നിർമ്മല ടീച്ചർ ഉണ്ടല്ലോ, തന്റെ ആ മറ്റേ കേസിലെ കക്ഷി, ആ രേണികയുടെ അമ്മ. പുള്ളിക്കാരത്തി ഒരാഴ്ചയായിട്ട് മിസ്സിംഗാ. പോലീസും നാട്ടുകാരൊക്കെ ഊർജിതമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. തന്നെയും ചിലർക്കൊക്കെ സംശയമുണ്ട്. എന്തായാലും ആരും തട്ടിക്കൊണ്ടുപോയതല്ലെന്ന എന്റെ സംശയം. താനൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്. ഞാനങ്ങോട്ട് ചെല്ലട്ടോ. ഇവിടെ വന്ന് നിൽക്കായിരുന്നു. എന്തു പറ്റി? എന്താ ആശുപത്രിയിൽ നിന്ന് വേഗം ഇങ്ങ് പോന്നു കളഞ്ഞത്? എനിക്ക് ഗംഗേച്ചി കാണാൻ വയ്യ ശാലു. ഞാൻ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കേണ്ടത്? എന്നാലും നമ്മളൊക്കെ അടുത്തിരിക്കുന്നത് ഗംഗേച്ചിക്ക് ഒരു ആശ്വാസമാവില്ലേ ഗിരിയേട്ടാ? എത്ര നേരം ശാലു, അതും ഒന്നും പറയാതെ ഇങ്ങനെ. എനിക്ക് വയ്യ ആ കണ്ണീര് കാണാൻ. ആ പഴയ ഗംഗേച്ചിയുടെ സ്ഥാനത്ത് ജീവചവം പോലെ ഇപ്പോഴത്തെ കിടപ്പ് കാണുമ്പോ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ എങ്ങനെ സഹിക്കുമായിരുന്നു? പാവം എന്റെ ഗംഗേച്ചി. എല്ലാരെയും സ്നേഹിക്കാൻ മാത്രമേ എന്റെ ഗംഗേച്ചിക്ക് അറിയൂ. എന്നിട്ടും ഈശ്വരൻ എന്തിനാവും എന്റെ ഗംഗേച്ചിയോട് ഇത്ര ക്രൂരത കാട്ടുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഒരുപാട് ഇഷ്ടമുള്ളവരെയാ ഈശ്വരൻ കൂടുതൽ പരീക്ഷിക്കുന്നതെന്ന് പറയുന്നത് ശരിയാ അല്ല ഗിരിയേട്ടാ? എന്നാലും ഇങ്ങനെയുണ്ടോ ശാലു ഒരു പരീക്ഷണം? ജനിച്ച അന്ന് മുതൽ തുടങ്ങിയതല്ലേ ഇത്? പാവം ഗംഗേച്ചി എന്തൊക്കെ അനുഭവിച്ചു. എത്രയോ കേസിൽ അബോർഷൻ നടക്കുന്നു. കുട്ടി ജനിച്ചിവിടെ മരിച്ചു പോന്നു. ലാളിച്ച് കൊതി തീരും മുമ്പേ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുന്ന അമ്മമാരെ നമുക്കറിയില്ലേ ഗിരിയേട്ടാ? അവര് സഹിക്കുന്നില്ലേ? ഗംഗേച്ചി എങ്ങനെയെങ്കിലും പഴയ നിലയിലെത്തിക്കണം. ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തിട്ട് പിന്നെയല്ലേ അറിഞ്ഞാലും കുഴപ്പമില്ലല്ലോ. എല്ലാരും ഗംഗേച്ചിയെ പരമാവധി സന്തോഷിപ്പിക്കാൻ ശ്രമിക്കണം. ആ കഞ്ചനാമ്മയെ ഗംഗേച്ചിയുടെ 7 അയലോക്കോ തോലും അടുപ്പിച്ചേക്കരുത്. ഇരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പ്രകൃത അവരുടേത്. അതൊന്നും ഓർത്ത് കിരീട്ടം വിഷമിക്കണ്ട, ഞാൻ ശ്രദ്ധിച്ചോളാം. ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാം, വന്നോളൂ. ഏറ്റത് ഞാനല്ലേ? ഷുവർ. അതെ, ഞാൻ പിന്നെ വിളിച്ചോളാം. ഓക്കെ. തനിക്കെന്നെ മനസ്സിലായോ? നല്ല മുഖപരിചയം തോന്നുന്നുണ്ട്. പക്ഷെ എവിടെയാണെന്ന് അങ്ങോട്ട് അത്ര വേഗം ഒന്നും തനിക്ക് എന്നെ മറക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല.
ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. സോറി മാൻ, എനിക്ക് നിങ്ങളെ അറിയില്ല. ഓർമ്മിച്ചെടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ബിക്കോസ് ഐ എം വെരി ബിസി നൗ. ഓക്കെ, നിക്ക് പോകാൻ വരട്ടെ. അറിയില്ലെങ്കിൽ പോലും ഒരാൾ പരിചയപ്പെടാൻ വരുമ്പോ ഇങ്ങനെയാണോ പെരുമാറുന്നത്? ലുക്ക് മാൻ, ഞാൻ പറഞ്ഞല്ലോ ബിസിയാണെന്ന്. ഐ ആം നോ ടൈം. പ്രേം ശങ്കർ അല്ല, അങ്ങനെ തന്നെ അല്ലേ ഇപ്പോഴും നിന്റെ പേര്? ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിൽ മങ്ങാട്ട് വീട്ടിൽ ശങ്കരന്റെ മകൻ പ്രേമൻ. നിർത്തറ. നീ എന്താ എന്റെ മുമ്പിൽ നാടൻ കളിക്കാണോ? ലോക്കപ്പിൽ കിടന്ന് എന്റെ ചവിട്ടുകൊണ്ട് തനി നാട്ടുഭാഷയിൽ അലറി വിളിച്ച നിന്റെ മുഖം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ടാ. അവന്റെ ഒരു ഡോക്യുമെന്റ് റൈറ്റർ. സോറി സാർ, എസ് ഐ രാജ്മോഹൻ സാർ. എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത്. സാറിനോട് ക്ഷമിക്കണം. സാറെന്താ ഇവിടെ? സാറിപ്പോൾ ഈ സ്റ്റേഷനിലാണോ? അതിനു മുമ്പ് എനിക്കറിയേണ്ടത് നീ എന്താ ഇവിടെ എന്നാ. സാർ, അന്ന് എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. ജീവിതത്തിൽ ആദ്യമായി പറ്റിപ്പോയി ഒരു തെറ്റ്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കൂടി ചേർന്ന് ചതിക്കുകയായിരുന്നു. ഇപ്പം ഞാൻ വളരെ മാന്യമായിട്ട് ജീവിക്കുകയാണ് സാർ. അത്യാവശ്യം ബിസിനസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ അടങ്ങി ഒതുങ്ങി. എന്ത് ബിസിനസ്? അത് പിന്നെ റിയൽ എസ്റ്റേറ്റ്, ബിൽഡിംഗ് കോൺട്രാക്ട്, അങ്ങനെ ചില. പിന്നെ നീ എന്തിനാ എന്റെ മുമ്പിൽ അവരയുദ്ധം കാണിച്ചത്? എന്നെ അറിയില്ലെന്ന് അടിച്ചത്? അത് പിന്നെ സാർ ഒരു പോലീസ് ഓഫീസറാണ്. ആദ്യമായിട്ടാണെങ്കിലും ഒരു കേസിൽ കുടുങ്ങി സാറിന്റെ മുമ്പിൽ ഞാൻ വന്നിട്ടുമുണ്ട്. ആ സ്ഥിതിക്ക് സംശയ ദൃഷ്ടിയോടെ മാത്രമേ സാർ എന്നെ കാണുകയുള്ളൂ എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഓഹോ, അല്ലാതെ വേറെ ചുറ്റിക്കളിയൊന്നും ഉണ്ടായിട്ടല്ലോ? എന്ത് ചുറ്റിക്കളിയാണ് സാർ? ഒരു തവണയെങ്കിലും സാറിന്റെ കൈ ദേഹത്ത് വിട്ടുള്ള ആരെങ്കിലും വീണ്ടും അതിനുള്ള സാഹചര്യം ഉണ്ടാക്കുമോ? എനിക്ക് തോന്നുന്നില്ല. ഈ ഞാൻ തന്നെ എന്നെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ സാറേ? നീ പറയുന്നൊക്കെ എനിക്ക് വിശ്വസിക്കാമോ? ഷുവർ സർ, ഗോഡ് പ്രോമിസ്. നീ ഇപ്പൊ എവിടെ താമസം? നാട്ടിൽ തന്നെ. ഇവിടെ ഇപ്പോൾ ചില ബിസിനസ് ആവശ്യമായിട്ട് വന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ വന്നു പോകാറുണ്ട്. പിന്നെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് സാറിന് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. ഇതാണ് സാർ എൻ്റെ കാർഡ്. അപ്പോൾ ഞാൻ വരട്ടെ സാർ. താങ്ക് യു. ആ കൃഷി, ഞാനാ പ്രേം ശങ്കർ. ആ പഴയ എസ് ഐ രാജ്മോഹൻ ഉണ്ടല്ലോ, അയാളിപ്പോൾ ഇവിടെയാ, CI. യാ, ആ ഞാനിന്ന് അയാളെ കണ്ടു. കഷ്ടിച്ച് രക്ഷപ്പെട്ടെന്നേ ഉള്ളൂ. അതെ അതെ, ഇനി അയാളുടെ കണ്ണിൽ പെടുന്ന അപകടമാണ്. ആ അറിയാലോ. അതുകൊണ്ട് ഇവിടുത്തെ കളികൾ മതിയാക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. സംശയമുണ്ടോ എന്ന് ചോദിച്ചാൽ പോലീസ് അല്ലേ കൃഷി? ശരി, ഓക്കെ. ഇല്ലില്ല, എനിക്ക് ആ ഉറപ്പ് കിട്ടിയാൽ മതി. ഷുവർ. ഓക്കെ ക്രിസ്റ്റി, ഞാൻ വിളിച്ചോളാം. ഓക്കെ. ഹലോ. ഹലോ. ആ ഗുഡ് മോർണിംഗ് മാഡം. ഞാൻ CI രാജ്മോഹനാ. ഗുഡ് മോർണിംഗ് സാർ.
ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുകയായിരുന്നു. ടീച്ചറെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ സാർ? അന്വേഷണത്തിലാണ്. എനിക്ക് മാഡത്തിൽ നിന്നും ചില വിവരങ്ങൾ കൂടി വേണമായിരുന്നു. പറയൂ സാർ, സാറിന് എന്താ അറിയേണ്ടത്? എനിക്ക് ചില സംശയങ്ങളുണ്ട് മാഡം. രേണുകയുടെ തിരോധാനത്തിന്റെ ബാക്കി പത്രം പോലെ ഇപ്പൊ ടീച്ചറും എല്ലാം കൂടി ഒന്ന് കൂട്ടി വായിച്ചപ്പോ എനിക്ക് തെറ്റാൻ വഴിയില്ല. സാർ പറയുന്നത്? രേണുകയുടെ തിരോധാനത്തിന് പിന്നിൽ പ്രവർത്തിച്ച കൈകൾ തന്നെയാവും ഇതിന് പിന്നിലൊന്നാ ഞാൻ സംശയിക്കുന്നത്. ശരിയാണ് സാർ, എനിക്കും അങ്ങനെ ഒരു സംശയമുണ്ട്. ആ ധനപാലന്റെ സദാശിവന്റെയൊക്കെ കൈകൾ തീർച്ചയായും ഇതിന്റെ പിന്നിലുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സദാശിവന്റെ പങ്കിനേക്കാൾ ഉപരി ധനപാലൻ, അവനാണ് സാധ്യത കൂടുതൽ. അയാളെ ഞാൻ കണ്ടു. ഒരു നല്ല കള്ളൻ, കളി അറിയാവുന്നവൻ. അവൻ പറഞ്ഞതെല്ലാം വിശ്വസിച്ച് പിന്മാറിയ ഒരു മഠനാണ് ഞാനെന്നാണ് അവൻ ധരിച്ചു വച്ചിരിക്കുന്നത്. കളി എവിടം വരെ ചെന്നെത്തുമെന്ന് ഞാനും നോക്കട്ടെ. രേണുക കേസന്വേഷണത്തിന്റെ ആദ്യഘട്ടം മുതൽ വഴിമുടക്കിക്കൊണ്ടിരുന്നതും അയാൾ തന്നെയായിരുന്നു സർ. യെസ്, ഐ നോ. അരുൺകുമാർ സാറ് എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോ മറ്റു ചില പ്രതീക്ഷകൾ കൂടി ഉണ്ട് മാഡം. എന്താണ് സർ? രേണുക തിരോധാന കേസിലേക്ക് ഡയറക്റ്റായി ചെന്നു കയറാനായിരുന്നല്ലോ നമുക്ക് പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നത്. ഇതിപ്പോ ടീച്ചറെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം ഒരു പക്ഷേ ആ പഴയ രേണുക കേസിന്റെ ചുരുളുകൾ അഴിയുന്നതിലേക്ക് തന്നെ ചെന്നെത്തുമെങ്കിലും. ശരിയാണ് സർ. പിന്നെ മാഡം, മിസ്റ്റർ അഡ്വക്കേറ്റ് ശ്യാമപ്രസാദ് ഉണ്ടായിരുന്നല്ലോ, രേണുകയുടെ പൂർവ്വകാമുകൻ. അയാളെപ്പറ്റി മാഡത്തിന്റെ അഭിപ്രായം എന്താ? അയാളെ വ്യക്തിപരമായി എനിക്ക് വലിയ പരിചയമൊന്നുമില്ല സർ. എന്നാലും എല്ലാത്തിന്റെയും കാരണക്കാരൻ അയാൾ മാത്രമായിരുന്നല്ലോ. എന്നുവെച്ചാൽ